ധ്യാന നിർദ്ദേശം 4. നിങ്ങൾക്ക് എന്താണ് അനുഭവം എന്നുള്ളതിൽ പറ്റി നിങ്ങൾ തുടങ്ങുക. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള വികാരം എന്താണ്? ശരീരത്തിനോടും മനസ്സിനോടും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്ത് വികാരമാണ് തോന്നുന്നത് എന്ന് ആലോചിക്കുക. നിങ്ങളുടെ ശരീരത്തിന് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം എന്താണ്? ശരിയോ തെറ്റായിട്ടുള്ള ഒരു തുടക്കവും ഇല്ല. നിങ്ങൾ സന്തോഷവാനാണോ, ദുഃഖിതനാണോ, ക്ഷീണിതനാണോ, ഉത്സാഹമുള്ളവനാണോ, തണുപ്പുള്ളവനാണോ, ചൂടുള്ളവനാണോ? അത് എന്തായാലും അവിടെ നിന്ന് തന്നെയാണ് നിങ്ങൾ തുടങ്ങുന്നത്. അതിനെ നിങ്ങൾ അറിയുക. ആ തുടക്കത്തെ നിങ്ങൾ സ്വീകരിക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തിന് എന്താണ് തോന്നുന്നത്? കുറച്ച് സെക്കൻഡുകൾക്ക് നിങ്ങൾ നട്ടെല്ലിലേക്ക് നോക്കുക. നിങ്ങളുടെ ശരീരം മേലോട്ട് നിവർത്തുക. നട്ടെല്ല് നിവർത്തി വയ്ക്കുക. അതിനെ അല്പം കൂടി വലിക്കുക. അതുമൂലം നിങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ നട്ടെല്ല് നിവർന്നിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ, ശരിയായിട്ടുള്ള ബലമുള്ള രീതിയിൽ നിവർന്ന് ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ശരീരം അതിനു ചുറ്റും റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. കുറച്ച് ക്ഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തല മുതൽ പാദം വരെ നിങ്ങൾ ഒഴുക്കുക. നിങ്ങളുടെ കൈവിരൽ വരെ, നിങ്ങളുടെ പാദങ്ങൾ വരെ. ശരീരത്തിൽ എവിടെ സമ്മർദ്ദം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഉടൻ തന്നെ ആ സമ്മർദ്ദത്തെ നിങ്ങൾ റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ അയച്ചു വിടുക. നിങ്ങൾ നിങ്ങളെ തന്നെ മൃദുവാക്കുക. ഈ ക്ഷണത്തിൽ സമാധാനമായിട്ട് ഇരിക്കുക. മനസ്സിൽ ഉപാധികളില്ലാത്ത സൗഹൃദം രൂപപ്പെടുത്തുക. അടുത്തായിട്ട് നമ്മുടെ ശ്രദ്ധ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നെഞ്ചിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ ശ്വാസത്തിൻ്റെ താളത്തെ അറിയുക. ശ്വാസത്തെ മാറ്റിമറിക്കാൻ ഒരിക്കലും നോക്കരുത്. ഒരു കാരണവശാലും അതിനെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിൽ തന്നെ നിർത്തുക. നിങ്ങളുടെ ശരീരം ശ്വസിക്കുന്നതിനെ നിങ്ങൾ അനുഭവിക്കുക. അതിൻ്റെ താളത്തെ പിന്തുടരുക. അതിനാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള രീതിയിൽ മനസ്സിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊണ്ടുവരിക. ഉദാഹരണമായിട്ട് അത് നിങ്ങളുടെ വളർത്ത മൃഗമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വളർത്ത മൃഗത്തോട് വളരെ നല്ല ഒരു സ്നേഹം ഉണ്ടാകാം. അതിനോട് ഇഷ്ടവും സൗഹൃദവും ഉണ്ടാകാം. അത് വ്യക്തിയായിരിക്കാം, ഒരു മൃഗമായിരിക്കാം, അവർ ജീവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നവരായിരിക്കാം. അത് നിങ്ങളുടെ മനസ്സിൽ എപ്രകാരം വരുന്നുവോ അതേ പ്രകാരം തന്നെ അതിനെ വരാൻ സമ്മതിക്കുക. അല്ലെങ്കിൽ ദിവ്യമായിട്ടുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ആ വ്യക്തി ഏത് രീതിയിൽ പ്രകടമാകുന്നുവോ അതേ രീതിയിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കുക. ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുണയെയും ഗുണത്തെ നിങ്ങൾ അനുഭവിക്കുക. അതിൻ്റെ ഊഷ്മളത, ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ പ്രാണിയുടെ സ്വീകാര്യത, ആ വ്യക്തിയെപ്പറ്റി അല്ലെങ്കിൽ പ്രാണിയെപ്പറ്റിയുള്ള കഥകളെ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും കൊണ്ടുവരരുത്. ആ വ്യക്തിയെപ്പറ്റിയുള്ള ഗുണത്തെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അതിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അതിൻ്റെ ഊഷ്മളത അനുഭവിക്കുക. അതിൻ്റെ നിലനിൽപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഊഷ്മളതയും അതേപോലെ തന്നെ സൗഹൃദവും കൊണ്ടുവരട്ടെ. മെഴുകുതിരി കത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ജ്വാലയെ, അതിനെ നിങ്ങൾ സങ്കല്പിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള മൈത്രിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആ മൈത്രിയെ നിങ്ങൾ ജ്വലിപ്പിച്ചിട്ടുണ്ട്. ആ മൈത്രിയുടെ ജ്വാലയെ നിങ്ങൾ ജ്വലിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശവും ഊഷ്മളതയും പകരുന്നു. ഓരോ പ്രാവശ്യം ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്തും ഈ വർത്തമാനക്ഷണത്തിലുള്ള ഊർജം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. വർത്തമാന ക്ഷണത്തിലെ ആ ശ്വാസം ഊർജമായിട്ട് പരിണമിക്കുകയാണ് എന്ന് ചിന്തിക്കുക. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം, നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, ചിന്തകൾ, വായു എല്ലാം ഈ മൈത്രിയെ കൊണ്ട് നിങ്ങൾ പൊതിയുക. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രകാശം പരക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ഹൃദയം ഒരു പ്രകാശപുഞ്ചമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. പ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓരോ ക്ഷണത്തിൻ്റെയും ഊർജം ഉപയോഗിച്ച്
അത് മൈത്രിയായിട്ട് രൂപാന്തരം ചെയ്യുകയാണ്. അത് നിങ്ങളുടെ ശരീരം മുഴുവൻ പരക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ശരീരം മുഴുവൻ പരക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ നെഞ്ചിൽ കൂടി അത് പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ശരീരത്തിൽ മുഴുവൻ മൈത്രി കൊണ്ട് നിറയ്ക്കൽ. ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്തും ഈ പ്രകാശത്തെ കൂടുതൽ കൂടുതൽ പുറത്തേക്ക് പരത്തുക. ശരീരത്തിൽ മുഴുവൻ ആ മിത്രതയുടെ ഗുണത്തെ കൊണ്ട് നിറയ്ക്കുക. നിങ്ങളോടുള്ള കരുണ നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ അവയവങ്ങൾ, നിങ്ങളുടെ അസ്ഥികൂടം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ പേശികൾ, നിങ്ങളുടെ അസ്ഥിബന്ധങ്ങൾ, ഓരോ പ്രാവശ്യം നിങ്ങൾ പുറത്തേക്ക് ശ്വസിക്കുന്ന സമയത്തും നിങ്ങളുടെ ചർമ്മത്തിന് ഉള്ളിൽ ആ മൈത്രിയുടെ ഊഷ്മളമായിട്ടുള്ള മൃദുവായിട്ടുള്ള സ്വർണ്ണവർണ്ണമുള്ള പ്രകാശം പരക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ദിശകളിലും, നിങ്ങളുടെ വിരൽത്തുമ്പ് വരെ, നിങ്ങളുടെ കാൽവിരൽ വരെ, നിങ്ങളുടെ അസ്ഥികൾ വരെ, എല്ലാ അവയവങ്ങളിലും ആ സ്വർണ്ണ നിറമുള്ള പ്രകാശം വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുന്ന സമയത്തും ഈ ക്ഷണത്തിലെ ഗുണത്തെ ഊർജ്ജമായിട്ട് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഹൃദയം ഇത് ശ്വസിക്കുകയാണ്, എന്നിട്ട് അതിനെ പരത്തുകയാണ്. നിങ്ങളുടെ ശരീരം മുഴുവൻ ഇത് നിറഞ്ഞിരിക്കുകയാണ്. ആ മൃദുവായിട്ടുള്ള ഊർജം, ആ ഊഷ്മളമായിട്ടുള്ള കരുണയുടെ ഊർജം നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരം എപ്രകാരമാണോ, അതിൽ എത്ര ശക്തിയുണ്ടോ, എത്ര ദുർബലതയുണ്ടോ, എത്ര ബലമുണ്ടോ, എത്ര രോഗങ്ങളുണ്ടോ, അതേപോലെ തന്നെ അതിനെ സ്വീകരിക്കുക. അതെപ്രകാരമാണോ അപ്രകാരം തന്നെ അതിനെ സ്നേഹിക്കുക. അതെപ്രകാരമാണോ അപ്രകാരം തന്നെ അതിനെ സ്വീകരിക്കുക. ആ പ്രകാശത്തെ പരത്തൽ. നമ്മുടെ ശരീരത്തിൽ ആ ഊർജം പരക്കുന്ന സമയത്ത് ഉജ്ജ്വലമായിട്ടുള്ള സ്നേഹം പരക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അത് ചർമ്മത്തിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചുറ്റും അത് വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരം മുഴുവൻ ഒരു പ്രകാശ സ്രോതസ്സായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ക്ഷണത്തിലെ ഊർജ്ജമാണ് നിങ്ങളുടെ ഹൃദയം ഉള്ളിലേക്ക് എടുക്കുന്നത്. എന്നിട്ട് അതേ ഊർജ്ജമാണ് ഈ ഹൃദയം ശ്വാസത്തിലൂടെ പുറത്തേക്ക് പരത്തുന്നത്. ആ പ്രകാശത്തെ മുഴുവൻ റൂമിൽ പരത്തുക, ആ വീട്ടിൽ പരത്തുക, ഈ റൂമിലുള്ള എല്ലാ ജീവികളിലും കൂടെ ആ പ്രകാശത്തെ പരത്തുക. എല്ലാവർക്കും നല്ലത് മാത്രം ആഗ്രഹിക്കുക. വീണ്ടും ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്തും അതിനെ വീണ്ടും കൂടുതൽ പരത്തുക, കൂടുതൽ ശക്തമാക്കുക, മൃദുവായിട്ട് അതിനെ പുറത്തേക്ക് പ്രവഹിപ്പിക്കുക. റൂമിന് പുറത്ത്, നമ്മൾ താമസിക്കുന്ന വീടിന് പുറത്ത്, നമ്മളുടെ പട്ടണത്തിൽ, മരങ്ങളിലേക്ക്, വഴികളിലേക്ക്, വായുവിലേക്ക്, കാറുകളിലേക്ക്, വീടുകളിലേക്ക് ഒട്ടും തന്നെ തരംതിരിവില്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക്, മറ്റുള്ള വീടുകളിലേക്ക്, ഷോപ്പുകളിലേക്ക്, ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക്, ഓഫീസുകളിലേക്ക്, ജയിലുകളിലേക്ക്, സ്കൂളുകളിലേക്ക്, കളിപ്പറമ്പുകളിലേക്ക്, ആൾക്കാരിലേക്ക്, പട്ടികളിലേക്ക്, പൂച്ചകളിലേക്ക്, ആ ഏരിയയിലുള്ള എല്ലാ ജീവികളിലേക്കും ആ പ്രകാശം പരക്കുന്നതായിട്ട്, പടരുന്നതായിട്ട്, അതിലെല്ലാം വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ പട്ടണത്തിലെ എല്ലാ പ്രദേശത്തും അത് വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എല്ലാ ചുവരുകളിലും, എല്ലാ പ്രാണികളിലും, എല്ലാ മുഖങ്ങളിലും അത് പടരുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും ഊർജ്ജമായിട്ട് സങ്കല്പിക്കുക. അത് ഈ സമയത്തുള്ള നമ്മളുടെ ഈ കരുണയായിട്ട് മാറുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ പട്ടണത്ത് മുഴുവൻ അത് പരക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ ശ്വാസത്തോടൊപ്പം നമ്മുടെ ഉള്ളിലെ ആ ദീപം കുറച്ചുകൂടി ശക്തിയായിട്ട് പുറത്ത് പ്രവഹിക്കുകയാണ് എന്ന് കരുതുക. നിങ്ങളുടെ പട്ടണത്തിന് അപ്പുറത്തേക്ക്, നിങ്ങളുടെ രാജ്യത്തിനപ്പുറത്തേക്ക്, മലകൾക്ക് അപ്പുറത്തേക്ക്, മരങ്ങളിലൂടെ, കാടുകളിലൂടെ, നദികളിലൂടെ, അരുവികളിലൂടെ, വന്യമൃഗങ്ങളിലൂടെ, ഭൂമിക്കടിയിലുള്ള പാറകളിലൂടെ, ഉറവകളിലൂടെ, വായുവിലൂടെ, പറവകളിലൂടെ, ഷഡ്പദങ്ങളിലൂടെ, പൂമ്പാറ്റകളിലൂടെ, വെള്ളത്തിൽ ജീവിക്കുന്ന പ്രാണികളിലൂടെ, പർവ്വതങ്ങളിലും താഴ്വരകളിലും താമസിക്കുന്ന ആൾക്കാരിലൂടെ,
മുഴുവൻ രാജ്യത്തിലൂടെ, സമുദ്രത്തിലൂടെ, വടക്കുള്ള കാടുകളിലൂടെ, തെക്കുള്ള പ്രദേശത്തിലൂടെ ഓരോ ശ്വാസത്തോടൊപ്പം നമ്മുടെ ഹൃദയം കൂടുതൽ കൂടുതൽ വലുതാകുകയാണ് എന്ന് വിചാരിക്കുക. ആ പ്രകാശത്തെ മുഴുവനായിട്ട് പുറത്തേക്ക് പ്രവഹിപ്പിക്കുക. ഇനി നമ്മളുടെ ആ ദീപത്തെ, പ്രകാശത്തെ രാജ്യത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സമുദ്രങ്ങളിലൂടെ, സമുദ്രത്തിൻ്റെ അടിയിലൂടെ, എല്ലാ സമുദ്രത്തിൽ ജീവിക്കുന്ന പ്രാണികളിലും അത് പരത്തുക. മത്സ്യങ്ങൾ, തിമിംഗലങ്ങൾ, ആമകൾ, ആൽഗകൾ, തീരത്ത് വസിക്കുന്ന ജീവികൾ, പാറയുടെ ഉള്ളിൽ ജീവിക്കുന്ന ജീവികൾ, എല്ലാ സ്ഥലങ്ങളിലുള്ള മനുഷ്യരിലേക്ക് അത് പടർത്തുക. പാവപ്പെട്ടവരായാലും ജയിലിൽ വസിക്കുന്നവരായാലും ധനികരായാലും രാജ്യത്തെ എല്ലാ ആൾക്കാരിലും അത് പടർത്തുക. ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമിയിലും വരണ്ട സ്ഥലത്തായാലും തണുപ്പുള്ളതായാലും ചൂടുള്ളതായാലും നനവുള്ളതായാലും ഉയർന്നതായാലും താഴ്ന്നതായാലും എല്ലാ ദിശയിലേക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രകാശം പരക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ രാജ്യത്തെ വടക്കോട്ടും തെക്കോട്ടും സമുദ്രത്തിലേക്കും ഈ ഭൂമി മുഴുവനും ആ പ്രകാശം പരക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഈ ഭൂമി മുഴുവനും നമ്മളുടെ മൈത്രിയുടെ പ്രകാശം പരക്കുകയാണ്. ഭൂമി മുഴുവനും മൈത്രിയുടെ പ്രകാശം ആവരണം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ആ പ്രകാശത്തെ ഭൂമി മുഴുവൻ പരത്തുക. ഭൂമിയുള്ള എല്ലാ ജീവികളിലേക്കും ആ പ്രകാശം പരത്തുക. യുദ്ധത്തിലുള്ളവർ, സമാധാനത്തിലിരിക്കുന്നവർ, നല്ലവർ, ചീത്തയായിട്ടുള്ള ആൾക്കാർ, രക്തസാക്ഷികൾ, ഉയർന്നവർ, താഴ്ന്നവർ, എല്ലാ തരത്തിലുമുള്ള ജീവികൾ, ഭൂമിയിലും ആകാശത്തിലും വെള്ളത്തിലും ഉള്ള ജീവികൾ, അവർക്കെല്ലാമായിട്ട് നമ്മുടെ കരുണ നമ്മൾ പ്രവഹിപ്പിക്കുക. എന്നിട്ട് വീണ്ടും ആകാശത്തിലേക്ക്, നമ്മുടെ ഭൂമിയിൽ നിന്ന് അകലെ ഉള്ള സോളാർ സിസ്റ്റത്തിലേക്ക്, ചന്ദ്രനിലേക്ക്, സൂര്യനിലേക്ക്, ചൊവ്വയിലേക്ക്, ബുധനിലേക്ക്, വ്യാഴത്തിലേക്ക്, യുറാനസിലേക്ക്, നെപ്റ്റ്യൂണിലേക്ക്, പ്ലൂട്ടോണിലേക്ക് അതിരുകളില്ലാതെ നിങ്ങളുടെ മൈത്രി പരത്തുക. അനന്തമായിട്ടുള്ള ആകാശത്തിൽ നിങ്ങളുടെ ഈ മൈത്രി പരന്നു കിടക്കുന്നു. നിങ്ങളുടെ മൈത്രി സൗരയൂഥത്തിൽ മുഴുവൻ പരന്നു കിടക്കുന്നു. സൗരയൂഥങ്ങൾക്ക് ഇടയിലുള്ള സ്പേസിലും അത് പരന്നു കിടക്കുന്നു. എല്ലാ ദിശകളിലേക്കും, മുകളിലേക്കും താഴേക്കും, ആകാശത്തിലേക്ക് ആ മൈത്രി പടർത്തുക. ഈ ലോകത്തിൽ മുഴുവനും നിങ്ങളുടെ കരുണ നിങ്ങൾ പടർത്തിയിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ സൗരയൂഥത്തിൻ്റെ അറ്റത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അതിര് കാണാവുന്നതാണ്. ആ അതിര് നിങ്ങളുടെ ശരീരത്തിൻ്റെ അതിരാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ തോളുകൾ, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ തല, ഇതാണ് ആ സൗരയൂഥത്തിൻ്റെ അതിര് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ സൗരയൂഥം മുഴുവൻ നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് സങ്കല്പിക്കുക. അതിലെ എല്ലാ ജീവികളും നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സൗരയൂഥത്തിൽ മുഴുവനും നിങ്ങൾ കരുണയും സ്വീകാര്യതയും പടർത്തിയിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആ അനുഭവത്തിൽ തന്നെ ഇരിക്കുക. നിങ്ങളുടെ ഹൃദയം ആ ഗുണത്തിൽ തന്നെ വിശ്രമിക്കാൻ നിങ്ങൾ അനുവദിക്കുക. ധ്യാനം സമാപിച്ചു. ചോദ്യോത്തരങ്ങൾ 4. ചോദ്യം: നമ്മൾ മറ്റുള്ളവർ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തുള്ള കാര്യങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ യഥാർത്ഥ കാര്യത്തിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുകയാണോ? ഉത്തരം: നമ്മൾ എന്തിനെങ്കിലും മറ്റുള്ളതായിട്ട് കാണുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ജീവൻ്റെ ഒരു അംശമുണ്ട്. അത് നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല. അജഞ്ച ഇങ്ങനെ പറയാറുണ്ട്: ഇത് ഇപ്രകാരം അല്ലെങ്കിൽ ഇത് ഇപ്രകാരം തന്നെ ആയിരിക്കില്ല. ഇത്തരം കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് വളരെ മിടുക്കുണ്ട്. ഇത് നമ്മൾക്ക് വളരെ വിഷാദമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഇത് ശരിക്കും ശരിയാണ് എന്ന് നമ്മൾക്ക് തോന്നാറുണ്ട്. ഇത് ഇപ്രകാരമാണ് ഇതിനെപ്പറ്റി പറയുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ഇപ്രകാരം തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു കാര്യം തോന്നാറുണ്ട്: നമ്മൾ അല്പം മാറിയിരുന്നു എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നാകും എന്ന് നമ്മൾ കരുതാറുണ്ട്. എന്നാൽ നമ്മൾ എന്താണോ അതുതന്നെയാണ് നമ്മൾ. ഇതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും
ആത്യന്തികമായിട്ടുള്ള കാര്യം. അതെ, ഇത് വേദനാജനകമാണ്, ഇത് ശരിയല്ല, ഇത് സുന്ദരമല്ല. എന്നാൽ ഇത് പ്രകൃതിയുടെ ഒരു കാര്യമാണ്. അതിനാൽ നമ്മൾ എപ്പോഴും ആ സ്ഥലത്ത് നിന്ന് തുടങ്ങാൻ തയ്യാറാണ്. നമ്മൾ ആ സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് വെറും ഒരു പ്രഹസനമായിട്ട് തീരും. ആരെങ്കിലും അവരുടെ കാർ നിർത്തുകയാണ്, എന്നിട്ട് നമ്മളോട് ദിശ ചോദിക്കുകയാണ്. അപ്പോൾ ആ വഴിപോക്കൻ അവരോട് പറയുകയാണ്, അവിടേക്കെത്താൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സാധിക്കില്ല. പക്ഷേ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ചോദ്യം: അപ്പോൾ ഹൃദയത്തിലൂടെ മാത്രമേ നമ്മൾക്ക് യാഥാർത്ഥ്യത്തെ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ? അതുമാത്രമേ വഴിയുള്ളൂ? ഉത്തരം: യഥാർത്ഥത്തിൽ അതാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെയും മൂലമായിട്ടുള്ള യാഥാർത്ഥ്യം. ചോദ്യം: നമ്മുടെ മനസ്സിലെ വികാരങ്ങളെ അതേ രീതിയിൽ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ലോകത്തിൽ മാറ്റമുണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി സ്വീകരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഈ സാഹചര്യത്തിൽ ആ സ്വീകാര്യത എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? ഉത്തരം: സുസുക്കി റോസി ഇങ്ങനെ പറയാറുണ്ട്, എല്ലാം തന്നെ തീർച്ചയായിട്ടും പൂർണ്ണതയുള്ളതാണ്, അതെപ്രകാരമോ അപ്രകാരം. എന്നാലും നമ്മൾക്ക് അതിന് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്രകാരം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്നാൽ ഹൃദയത്തിലേക്കുള്ള പാതയിലേക്ക് നമ്മൾ സമരസപ്പെടുകയാണ്. നമ്മളുടെ തന്നെ ജ്ഞാനത്തിൻ്റെ മുൻകൈ എടുക്കലിലൂടെ, പ്രേരണയിലൂടെ ജീവിതത്തെ കുറച്ചുകൂടി ശാന്തമാക്കാനും ഗുണകരമാക്കാനും സുരക്ഷിതമാക്കാനും മറ്റുള്ള ജീവികൾക്ക് പ്രശ്നമുണ്ടാക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കുന്നു. അതിനാൽ സ്വീകാര്യത എന്ന് പറയുന്നത് പരോക്ഷമായിട്ടുള്ള ഒരു കാര്യമല്ല. സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, കാര്യങ്ങൾ എപ്രകാരമോ അപ്രകാരം സംഭവിക്കാൻ അനുവദിക്കുകയല്ല. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കുട്ടിയെയോ മൃഗത്തെയോ നമ്മൾ അഭ്യസിപ്പിക്കുകയാണ്. അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാൻ അല്ല നിങ്ങൾ അനുവദിക്കുക. നമ്മളുടെ പ്രവൃത്തികൾക്കും നമ്മളുടെ ഉദ്ദേശങ്ങൾക്കും ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം, നമ്മളുടെ പ്രവൃത്തികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതായിരിക്കണം. പ്രതികരണശേഷിയിൽ നിന്ന് വരാൻ പാടില്ല. നമ്മുടെ സ്വഭാവവിശേഷങ്ങൾക്ക് അല്ലെങ്കിൽ ഭയം മൂലം, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മൂലം, അസ്വസ്ഥത മൂലം, യാഥാർത്ഥ്യത്തിന് നിരക്കാത്തത് മൂലം ആയിരിക്കരുത്. ആ അടിത്തറയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾക്ക് പറയാൻ സാധിക്കും. തെറ്റായിട്ടുള്ള കാര്യത്തെ നമ്മൾക്ക് എതിർക്കാനും സാധിക്കും. നമ്മൾ അതിനെ എതിർക്കുന്നത് നമ്മൾക്ക് അതിനോട് ദേഷ്യമുള്ളത് എന്നതുകൊണ്ടല്ല. എന്തെന്നാൽ നമ്മൾ അതിനെ മറ്റുള്ളതായിട്ടാണ് കാണുന്നത്. മറ്റുള്ള എല്ലാ ജീവികളുടെയും ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഈ തെറ്റിനെ തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുട്ടി പുറത്ത് വഴിയിലൂടെ, റോഡിലൂടെ ഓടുകയാണ്, ഏതെങ്കിലും ബൈക്കിൻ്റെ പുറകെ ഓടുകയാണ്. അപ്പോൾ നിങ്ങൾ ആ കുട്ടിയുടെ ഷർട്ടിനെ പിടിക്കുന്നു. അത് ഒരുപക്ഷേ കുട്ടിക്ക് ഇഷ്ടമല്ലായിരിക്കാം. എന്തെന്നാൽ നിങ്ങൾ ഒരു ട്രക്ക് വരുന്നത് കാണുന്നുണ്ട്. നിങ്ങൾ ആ കുട്ടിയെ കടന്നു പിടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രക്ക് ആ കുട്ടിയെ ഇടിക്കുന്നതാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്, കാര്യങ്ങൾ നടക്കേണ്ടതുപോലെ തന്നെ നടക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ ആ ട്രക്ക് ഇടിക്കും. ആസക്തിയില്ലായ്മയെ ഇങ്ങനെയല്ല നിങ്ങൾ കാണേണ്ടത്. വിപരീതമായിട്ട് ആ തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ആസക്തിയാണ് കാണിക്കുന്നത്. അനാസക്തിയെപ്പറ്റി ആസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. അതിനോട് ഒട്ടിപ്പിടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുമൂലം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകും. ചില സമയത്ത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മൾക്ക് ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മുടെ ഉദ്ദേശം മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുക എന്നുള്ളതല്ല. കുറച്ചുകൂടി നല്ല ഗുണത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് അത്. എന്തായാലും ഈ കാര്യങ്ങൾ അത്ര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല. ചോദ്യം: ഈ ലോകത്തിലുള്ള ദുഃഖത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ വിധിയെപ്പറ്റി നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഉത്തരം: പ്രജ്ഞയുടെ ഗുണത്താൽ നിങ്ങൾ മറ്റുള്ളവരെ പരിചരിക്കുന്നതിൽ സന്തുലിതാവസ്ഥ നിങ്ങൾ കണ്ടെത്തണം. ഒരു അമ്മ തീർച്ചയായിട്ടും ഒരു കുട്ടിയോട് ബന്ധം പുലർത്തണം. ആ കുട്ടിയോട് അമ്മ ബന്ധം പുലർത്തുന്നില്ല എങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും
പ്രശ്നങ്ങൾക്ക് ഇരയാകുന്നതാണ്. എന്നാൽ ആ അമ്മ കുട്ടി തൻ്റേതാണ് എന്ന് കരുതുന്ന സമയത്ത് അത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാകും. ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിൽ അതേപോലെ തന്നെ ധ്യാനത്തിലുള്ള കല എന്തെന്നാൽ ആസക്തരാകാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതുമൂലം ദുഃഖവും വേദനയും ഉണ്ടാകുന്നു. നിങ്ങൾ അതിനെ അടിച്ചമർത്താൻ നോക്കുന്നില്ല, എല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ പ്രകടിപ്പിക്കാനും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾ കരുതുന്നില്ല. ആ കുട്ടി തൻ്റേതാണ് എന്ന തിരിച്ചറിവില്ലാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ അനുകമ്പ പുലർത്താവുന്നതാണ്. മറ്റുള്ള ജീവികളുടെ വേദനയിൽ നിങ്ങൾക്ക് അനുകമ്പ പുലർത്താവുന്നതാണ്. പക്ഷേ അതിൽ ഒരിക്കലും ആസക്തരാകാൻ പാടില്ല. ഈ ഗുണത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വാക്കില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ കൊമ്പാഷൻ അല്ലെങ്കിൽ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊത്ത് നമ്മൾ ദുഃഖിക്കുക എന്നാണ് അർത്ഥം. ഇത് ലാറ്റിൻ ഭാഷയിൽ നിന്നും വന്നതാണ്, പാസിയോ. അതിൻ്റെ അർത്ഥം അവരോട് ഒരുമിച്ച് ദുഃഖിക്കുക എന്നുള്ളതാണ്. ബുദ്ധിസ്റ്റിൽ പറയുന്ന കരുണ എന്നുള്ളത് ഇത്തരത്തിലുള്ളതല്ല. ബുദ്ധിസ്റ്റ് പോയിന്റിൽ പറയുന്ന കരുണ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളതല്ല. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ അനുകമ്പയുണ്ട്, പക്ഷേ അത് നമ്മളെ ബാധിക്കാതെ നമ്മൾ നോക്കുന്നു, അതിൽ അകപ്പെടാതെ നമ്മൾ നോക്കുന്നു. വേദനിക്കുന്നവർക്ക് നമ്മൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സഹായം എന്ന് പറയുന്നത് അനുകമ്പ മാത്രമാണ്. അവരുടെ വേദന നമ്മൾ സ്വീകരിക്കുന്നില്ല, അവരുടെ അനുഭവത്തിൽ നമ്മൾ പെടുന്നില്ല. ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഇംഗ്ലീഷിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു വാക്കില്ല. എന്നാൽ ഈ ഗുണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങളിലൊന്നും പെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഇത്. നമ്മൾക്ക് അവരോട് പൂർണ്ണമായിട്ട് അനുകമ്പയുണ്ട്, അതിൽ നമ്മൾക്ക് യാതൊരുവിധ പക്ഷഭേദവുമില്ല. നമ്മളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നതാണ്, വളരെയധികം വേദന ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങളെപ്പറ്റി നമ്മൾക്ക് എപ്പോഴും വേദന ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മൂലം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതോർത്ത് നമ്മൾ പലപ്പോഴും കരയാറുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മൾക്ക് വളരെ ശാന്തരായിട്ട് ഇരിക്കാനും സാധിക്കും. നമ്മൾക്ക് നഷ്ടമായിരിക്കുന്ന സമയത്തും പ്രശ്നത്തിലായിരിക്കുന്ന സമയത്തും കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാകാതിരിക്കുന്ന സമയത്തും നമ്മൾക്ക് ശാന്തതയോടുകൂടി ഇരിക്കാൻ സാധിക്കും. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. നമ്മൾ ആ കാര്യത്തെ അപഗ്രഥിക്കാൻ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കഥകൾ മെനയാൻ തുടങ്ങും. അപ്പോൾ യഥാർത്ഥ ആ അനുഭവം നമ്മളിൽ നിൽക്കും. നമ്മൾ അതിനെ പരിശോധിക്കാൻ ശ്രമിക്കുന്നില്ല, അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നില്ല, അതിനെപ്പറ്റി നമ്മൾ കമൻട്രി ചെയ്യുന്നില്ല എങ്കിൽ, അതിനെ പോകാൻ അനുവദിക്കുകയാണ് എങ്കിൽ, ആ അനുഭവത്തെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുകയാണ് എങ്കിൽ, ഒരുപക്ഷെ ആ വേദന വളരെ കഠിനമായിരിക്കാം. എന്നാൽ നമ്മൾക്ക് വളരെ സമചിത്തതയോടുകൂടി ശാന്തതയോടുകൂടി അതിനെ സ്വീകരിക്കാൻ സാധിക്കും. അതിൻ്റെ അപഗ്രഥനം അതിനെ കുറച്ചുകൂടി വേദന കമ്മിയാക്കാൻ നമ്മളെ സഹായിക്കാം. അതിനാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് നമ്മളെ ആ വേദന അനുഭവിക്കാൻ സമ്മതിക്കാം. അതിൽ നമ്മൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ വേദനയിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നില്ല, എന്നാൽ ആ വേദനയോടൊത്ത് ഒഴുകാനും നമ്മൾ ശ്രമിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും, മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സൗത്ത് അമേരിക്കയിലും വളരെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. നമ്മൾക്ക് പ്രജ്ഞയില്ലാത്ത കരുണയാണ് ഉള്ളത്, പ്രജ്ഞയില്ലാത്ത അനുകമ്പയാണ് ഉള്ളത് എങ്കിൽ അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കാളികളാവുന്നു. എന്നാൽ പ്രജ്ഞയാൽ ആ കരുണ സന്തുലിതാവസ്ഥയിൽ ആണ് എങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് അനുകമ്പ പുലർത്താൻ സാധിക്കും, അവരുടെ വേദനയിൽ അനുകമ്പ പുലർത്താൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്തെന്നാൽ നമ്മൾക്ക് സ്വയം ആ സന്തുലിതാവസ്ഥ എങ്ങനെ കൊണ്ടുവരണം എന്ന് നമുക്കറിയില്ല. ഒന്നുകിൽ നമ്മൾ ഒന്നിലും പെടാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ എല്ലാറ്റിനും നമ്മൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എല്ലാറ്റിൻ്റെയും കൂടെ ഒഴുകിപ്പോകുന്നു. ഇതാണ് നമ്മളുടെ അനുഭവങ്ങളുടെ കുത്തൊഴുക്കിൻ്റെ സ്വഭാവം. ഇതിനിടയ്ക്കുള്ള സ്ഥലം എന്താണെന്ന് നമ്മൾക്ക് അറിയുന്നില്ല. ഇതിന് ഒരുപാട് അഭ്യാസവും ഒരുപാട് പരീക്ഷണങ്ങളും വേണ്ടിവരുന്നതാണ്.
അപ്പോഴാണ് ആ സന്തുലിതാവസ്ഥ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ അതിനോടൊപ്പം ഒഴുകിപ്പോകുന്നു എന്നാണ്. ആദ്യമായിട്ട് ഒരുപക്ഷെ 1 സെക്കൻഡ് മാത്രമേ നമ്മൾക്ക് സന്തുലിതാവസ്ഥ നിർത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ സന്തുലിത അവസ്ഥ നിർത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മളുടെ ഹൃദയത്തിൽ ആ സന്തുലിതാവസ്ഥ എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ആ അനുഭവത്തെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരലാണ്. സന്തുലിതാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഉള്ള അനുഭവം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് ധ്യാനം. ആ വികാരത്തെ നിർത്തുകയോ അല്ലെങ്കിൽ വികാരത്തോടൊപ്പം ഒഴുകിപ്പോകുകയോ അല്ല ധ്യാനം. നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് പോലെയാണ് ഇത്. പതുക്കെയാണ് നിങ്ങൾ എപ്രകാരമാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നത്. അതിനുശേഷം ആ സൈക്കിൾ നേരെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചവിട്ടാൻ സാധിക്കും. അതുപോലെ ധ്യാനത്തിലും നിങ്ങൾ പതുക്കെയാണ് ആ സന്തുലിതാവസ്ഥ കാണുന്നത്. നിങ്ങൾക്ക് വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. എന്നിട്ട് എളുപ്പത്തിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ സമയം നിലനിൽക്കാൻ സാധിക്കും. ചോദ്യം: ഇത് എപ്രകാരമാണ് ആസക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഉത്തരം: നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനോട് ആസക്തമാകേണ്ട കാര്യമില്ല. അത് നമ്മളുടേതാണ് എന്ന് കരുതേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും നമ്മളുടേതാണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് നമ്മൾക്ക് ആസക്തിയുണ്ട്, ഒട്ടിപ്പിടിക്കലുണ്ട്. അതാണ് നമ്മൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നത്. നമ്മൾക്ക് അതിനോടുള്ള ആസക്തിയെ വിടാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ആ കാര്യത്തെ നമ്മളുടെ പിടി അല്പം അയച്ചാൽ മാത്രം മതി. നമ്മൾക്ക് അതിനെ താഴെ വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പിടി അല്പം അയക്കുക. നമ്മൾക്ക് വസ്തുക്കളിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ കെട്ടുന്ന വാച്ചിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാറിനെയോ വീട്ടിനെയോ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വാസസ്ഥലത്തെയോ സമ്പാദ്യത്തെയോ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതിനാൽ ഏതെങ്കിലും കാര്യത്തെ പിടിക്കുന്നതിലല്ല കാര്യം. നിങ്ങൾക്ക് അതിനെ എടുക്കാം, എന്നിട്ട് പിടിച്ചുകൊണ്ടിരിക്കാം, എന്നിട്ട് അതിനെ താഴെ വയ്ക്കാം. അത് വളരെ ഗുണപ്രദവും ഉപകാരപ്രദവുമായിട്ടുള്ള ജീവിതത്തിൽ ഒരു കാര്യമാണ്. നിങ്ങൾ അതിനോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് അത് തൻ്റേതാണ് എന്ന് കരുതുന്ന സമയത്താണ് പ്രശ്നം. ഇത് എൻ്റെയാണ്, ഞാനിതിനെ സ്വന്തമാക്കും, എന്നിട്ട് ഞാനിതിനെ സംരക്ഷിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ എടുത്ത എന്തിനോടും നമ്മൾക്ക് ആ രീതിയിൽ പെരുമാറാവുന്നതാണ്. നമ്മൾക്ക് അതിനെപ്പറ്റി ഒരുപാട് കരയാൻ സാധിക്കും, അതിനെപ്പറ്റി ഒരുപാട് നാടകം കളിക്കാൻ സാധിക്കും, അതിനോട് ആസക്തമാകാൻ നമ്മൾക്ക് സാധിക്കും. നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്, സ്വന്തമായിട്ടുള്ള ശരീരമുണ്ട്. നമ്മൾ അതിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ബുദ്ധിസ്റ്റ് ടീച്ചിങ് അതുപോലെ ധ്യാനം നമ്മളെ ഒരു വ്യക്തിയല്ലാതാക്കി തീർക്കുകയല്ല. നമ്മളുടെ വ്യക്തിത്വം നശിപ്പിക്കലല്ല, നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കിയല്ല അവരുടെ ലക്ഷ്യം. നമ്മളുടെ ശരീരവും വ്യക്തിത്വവുമല്ല ഇവിടെ പ്രതിബന്ധമായിരിക്കുന്നത്. നമ്മൾക്ക് തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവ പ്രശ്നങ്ങളല്ല. എന്നാൽ നമ്മൾ അവയോട് ആസക്തമാകുകയാണ്, അവയെ കൈവശം വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ അഭ്യാസം എന്നുള്ളത് സാധനങ്ങൾ നമ്മുടെ കൈവശം വയ്ക്കാതിരിക്കുക എന്നുള്ളതിലല്ല. എങ്ങനെയാണ് സാധനങ്ങളെ എടുക്കേണ്ടത്? ആവശ്യമുള്ള സമയത്ത് നമ്മൾ സാധനങ്ങളെ എടുക്കണം. താഴെ വയ്ക്കേണ്ട സമയത്ത് നമ്മൾ ആ സാധനങ്ങളെ താഴെ വയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്ഥലത്തും സമയത്തും നമ്മൾ ജാഗ്രത പരിശീലിക്കുന്നത്. ഈ മൈത്രി എന്ന് പറയുന്നത് വർത്തമാന ക്ഷണത്തിലേക്കുള്ള കരുണയുടെ സന്തുലിതാവസ്ഥയാണ്. അതിൽ നമ്മൾ സാധനങ്ങളെ എടുക്കുന്നു, അവയെ ഉപയോഗിക്കുന്നു, എന്നിട്ട് വീണ്ടും അവയെ താഴെ വയ്ക്കുന്നു. ഈ തരത്തിലുള്ള തരംതിരിവ് ഈ വർത്തമാന കാലത്തിൽ വളരെ അത്യാവശ്യമാണ്. വർത്തമാനകാലത്തുള്ള ഈ തരംതിരിവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെന്നാൽ പലപ്പോഴും ഈ തരംതിരിക്കലിന് നമ്മൾക്ക് ഭയമാണ്. എന്തെന്നാൽ ബുദ്ധിസ്റ്റിൽ നമ്മുടെ മനസ്സുകൊണ്ട് തരംതിരിക്കരുത് എന്ന് പറയുന്നു, ദ്വൈതമുണ്ടാക്കരുത് എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് തരംതിരിവ് തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത ഒരു ഗുണമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ കുറച്ച് തരംതിരിവ് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ വെവ്വേറെ ചിന്തയുടെ ആവശ്യമുണ്ട്. ഈ തരത്തിലുള്ള അനാസക്തി കൊണ്ട് നമ്മൾക്ക് ഒരു കല പഠിക്കാൻ സാധിക്കും. അതുമൂലം നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് സാധനങ്ങളെ എടുക്കാൻ സാധിക്കും. അതിനുശേഷം അവയെ താഴെ വയ്ക്കാനും സാധിക്കും.
എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ ആ സമയത്ത് പറയുന്നു. പറയേണ്ട ആവശ്യം ഇല്ല എങ്കിൽ നമ്മൾ അവിടെ മിണ്ടാതിരിക്കുന്നു. എന്തെങ്കിലും വളരെ മൃദുവായിട്ട് മധുരമായിട്ട് പറയണമെങ്കിൽ നമ്മൾ പറയുന്നു. എന്തെങ്കിലും അല്പം കടുത്തതായിട്ട് പറയണമെങ്കിൽ നമ്മൾ കടുത്തതായിട്ട് പറയുന്നു. ആ സമയത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ആ സമയത്തെ സ്വീകാര്യതയെ അനുസരിച്ചിരിക്കും. എന്നാൽ ആ സമയത്ത് നമ്മൾ പ്രജ്ഞയും അതേപോലെ തന്നെ ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. എന്താണ് ശരി എന്ന് നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ബുദ്ധൻ ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാര്യം സത്യമാണ്, കേൾക്കാൻ ഇമ്പമുള്ളതാണ്, പക്ഷേ ഗുണമില്ല എങ്കിൽ അത് അദ്ദേഹം ഒരിക്കലും പറയില്ല. അത് സത്യമല്ല എങ്കിൽ അദ്ദേഹം ഒരിക്കലും പറയില്ല. അത് ഗുണകരമല്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും പറയില്ല. അത് സത്യമാണ്, ഗുണകരമാണ് എങ്കിൽ മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. അത് കേൾക്കാൻ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും അത് രണ്ടാമത്തെ കാര്യമാണ്. എങ്കിലും അദ്ദേഹം ആ കാര്യത്തെ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യും. എന്നിട്ട് വേണ്ട സമയത്ത് മാത്രമേ അദ്ദേഹം ആ കാര്യങ്ങൾ പറയുകയുള്ളൂ. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബോധത്തിൽ വയ്ക്കുകയാണെങ്കിൽ വിഷമകരമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് സംസാരിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. മറ്റുള്ളവരോട് പെരുമാറണമെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകാര്യയോഗ്യമായിരിക്കണം എന്നില്ല. അവർക്ക് അത് കേൾക്കാനും താല്പര്യമുണ്ടാകില്ല. എന്നാൽ അത് സത്യമാണ്, ഗുണകരമാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യഥാർത്ഥ സമയത്ത് അത് പറയുക തന്നെ ചെയ്യും. ആരെയെങ്കിലും ഉപദേശിക്കുന്ന സമയത്ത് ഈ 5 കാര്യങ്ങൾ ബുദ്ധനും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേതായിട്ട്, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ മൈത്രി ഉണ്ടാകണം. എന്തെന്നാൽ നിങ്ങൾ കൊടുക്കുന്ന ഈ കാര്യം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ചിലപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കുന്നത് സമയത്ത് നമ്മൾക്കത് പറയാൻ സാധിക്കില്ല. നമ്മൾ അസ്വസ്ഥരായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. ഈ വ്യക്തി മാറിയിരുന്നു എങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. 2, നിങ്ങൾ ഈ കാര്യത്തെ പറയുന്നതിന് മുമ്പ് അവരോട് അനുവാദം ചോദിക്കണം. 3, നിങ്ങൾ യഥാർത്ഥ സമയവും സ്ഥലവും നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ ആ തരത്തിലുള്ള സാഹചര്യം വേണം തിരഞ്ഞെടുക്കാൻ. അതുമൂലം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ജാള്യതയുണ്ടാകാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ശരിയായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു. 4, നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾക്ക് അറിയണം. അത് കേൾവി മൂലം ഉള്ളതായിരിക്കരുത്. നിങ്ങൾ കണ്ടതോ നിങ്ങൾ അറിയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. 5, നിങ്ങൾ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ ആ കുറ്റം ഒരിക്കലും നിങ്ങളിൽ ഉണ്ടായിരിക്കരുത്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇവ എല്ലാം ഇല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ അല്പം കാത്തിരിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെ നമ്മൾ ഓർത്തു വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ സാധിക്കും. നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് സംസാരിക്കുന്ന ആളും അതേപോലെ തന്നെ കേൾക്കുന്ന ആളും വേണ്ടതുണ്ട്. ഈ ഗുണങ്ങൾ എത്ര കണ്ട് നമ്മളിൽ വയ്ക്കുന്നുവോ അത്രയും കണ്ട് മറ്റുള്ളവർ നമ്മുടെ ഉപദേശങ്ങളെ കേൾക്കാൻ മനസ്സോർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ആ ഇടപെടൽ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരാളെയും അടിച്ചമർത്താൻ ശ്രമിക്കുകയില്ല. വളരെ യോജിപ്പോടു കൂടിയിട്ടായിരിക്കും അവരോട് പെരുമാറുന്നത്. ചോദ്യം: എനിക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. എന്നാൽ അവസാനമായിട്ട് താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ ആ കുറ്റത്തിൽ നിന്ന് വിമുക്തരായിരിക്കണം. എന്തെന്നാൽ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, മറ്റുള്ളവരും പോലെയാണ് നമ്മളും. ഉത്തരം: അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ആരോടെങ്കിലും ഒരു കാര്യം പറയണം എങ്കിൽ നിങ്ങൾക്ക് അതിനു മുമ്പായിട്ട് ആമുഖമായിട്ട് വളരെ സത്യസന്ധമായിട്ട് ഇങ്ങനെ പറയാവുന്നതാണ്: എനിക്കറിയാം ഞാൻ തന്നെ എൻ്റെ ദേഷ്യത്തിൽ നിന്ന് മുക്തനല്ല എന്ന്. അതിനുശേഷം നിങ്ങൾക്ക് എന്നെ പറയാം: എനിക്കറിയാം ഞാൻ എൻ്റെ ദേഷ്യത്തിൽ നിന്ന് മുക്തൻ അല്ല, എനിക്കറിയാം അത് വളരെ വേദനാജനകമാണ് എന്ന്. അതിനാൽ എനിക്ക് താങ്കളുടെ ആ ദേഷ്യകരമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾക്ക് ആ രീതിയിൽ അതിനെ വളരെ നല്ല രീതിയിൽ പറയാൻ സാധിക്കും. ഇതെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ്, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളല്ല. ഇത് യേശുക്രിസ്തു പറയുന്നത് പോലെയാണ്. മറ്റുള്ളവരുടെ കുറ്റം കാണുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സ്വന്തം കുറ്റം കണ്ടെത്തണം. എന്നാൽ നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പെട്ടെന്ന് കണ്ടെത്തും, പക്ഷെ നമ്മളുടെ കുറ്റം നമ്മൾ മറക്കുകയും ചെയ്യും. നമ്മൾക്കും നമ്മളുടേതായിട്ടുള്ള കുറവുകളുമുണ്ട്. നമ്മൾ അതിനെ അംഗീകരിക്കുക, എന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ പറയുക. ചോദ്യം: മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉപദ്രവമുണ്ടാകാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണോ പറയുന്നത്? ഉത്തരം: ഇതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരു അളവുകോൽ. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കണം, സംസാരിക്കരുത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് അളവുകോൽ. ഇതിൽ അടിസ്ഥാനപരമായിട്ട് 3 കാര്യങ്ങളുണ്ട്. 1, അത് സത്യമാണോ അസത്യമാണോ. 2, അത് കേൾക്കാൻ പ്രിയമുള്ളതാണോ അപ്രിയമുള്ളതാണോ. 3, അത് ഉപകാരപ്രദമാണോ ഉപകാരമില്ലാത്തതാണോ. ബുദ്ധൻ ഏതെങ്കിലും കാര്യം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അത് സത്യമായിരിക്കണം, അത് ഉപകാരപ്രദമായിരിക്കണം. അത് കേൾക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് അദ്ദേഹം അത് പറയുക തന്നെ ചെയ്യും. ഏതെങ്കിലും കാര്യം സത്യമാണ്, കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്, എന്നാൽ ഉപകാരപ്രദം അല്ല എങ്കിൽ അദ്ദേഹം അത് ഒരിക്കലും പറയില്ല. അത് സത്യമാണ്, കേൾക്കാൻ ഇഷ്ടമുള്ളതല്ല, എന്നാൽ ഉപകാരപ്രദമാണ് എങ്കിൽ അദ്ദേഹം യഥാർത്ഥ സമയത്തും സ്ഥലത്തും അത് പറയും. നിങ്ങൾ ഈ തത്വങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കണം, എന്താണ് യഥാർത്ഥമായിട്ടുള്ള സമയം? അതിന് തീർച്ചയായിട്ടും ചില സൂത്രവാക്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ഇതിനു മുൻപുള്ള അധ്യായങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. ശാന്തമായിട്ട് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു. അതിനാൽ നിങ്ങൾക്ക് ബ്രദർ ഡേവിഡ് സ്റ്റെയിൻലി റാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ വാചകങ്ങൾ ഓർക്കണം. നിങ്ങൾ ചോദ്യം ഇടുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം പ്രകടമാകുക തന്നെ ചെയ്യും. അതിനാൽ നിങ്ങൾ വളരെ ആഴത്തിൽ നിങ്ങൾ ശ്രവിക്കുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ കണക്കൂട്ടാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ അന്തർജ്ഞാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ, ആ ക്ഷണത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥ ഉത്തരം ലഭിക്കുന്നതാണ്.